ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഇന്ന് നമ്മൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ലീഫ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ലീഫ് ചെയ്യുന്നതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു നീഡിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, നീഡിൽ നമ്പർ 12. അതുപോലെ തന്നെ സാധാരണ ത്രെഡ്, മെഷീൻ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഷുഗർ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റെമ്മൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ലീഫ് മാത്രം ചെയ്താൽ മതി. സിമ്പിളായിട്ട് ലീഫ് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യണേ. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് സൂചി താഴ്ന്ന് കുത്തി വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് നമ്മൾ എത്ര കട്ട് ബീഡ്സ് ആണോ എടുത്തത് അത് ജസ്റ്റ് നോക്കട്ടെ, മെഷർമെൻറ്റ് എത്രയാണോ വെക്കേണ്ടത് അവിടെ കുത്തി ഇറക്കുക കേട്ടോ. സൂചി ഞാൻ 3 ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാത്തിലും സെയിം ബീഡ്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നാലേ ആ ഒരു സെയിം സൈസും കാര്യങ്ങളും ആവുള്ളൂ. ഒരൊറ്റത് ചെയ്തതിന് ശേഷം പിന്നെ എല്ലാ കട്ട് ബീഡ്സിൻ്റെ ഇടയിലൂടെയും ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഫിക്സ്ഡ് ആയിട്ട് നിൽക്കണമെങ്കിൽ ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുന്നി കൊടുക്കുന്നത് ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ലീഫ് ചെയ്തതിൻ്റെ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ലീഫ് ചെയ്യണം നമുക്കൊന്ന് നോക്കാം. സെയിം 3 കട്ട് ബീഡ്സ് തന്നെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ജസ്റ്റ് അളവ് നോക്കിയിട്ട് മുകളിലേക്ക് തുന്നി കൊടുക്കുക. എന്നിട്ട് ഇടയിലൂടെ ജസ്റ്റ് 3 കട്ട് ബീഡ്സ് ആണുള്ളത്. അതിന് 2 ഭാഗങ്ങളും ജസ്റ്റ് തുന്നി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അടിയിൽ ടൈറ്റാക്കി പിടിക്കണം കേട്ടോ നൂല്, എന്നാലേ ഇത് കട്ട് ബീഡ്സ് ടൈറ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ലെയർ കഴിഞ്ഞതേ അടുത്തത് നമ്മൾ താഴ്ന്ന് തന്നെ എടുത്തിട്ട് അതിൻ്റെ എവിടെയാണോ ആദ്യം എടുത്തത് അതിൻ്റെ കുറച്ച് മുകൾക്കായിട്ട് അടുത്ത കട്ട് ബീഡ്സ് എടുക്കുക കേട്ടോ. 3 തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ലാസ്റ്റ് എടുത്തതിൻ്റെ അതിൻ്റെ മുകൾക്കായിട്ടാണ് രണ്ടാമത്തെ ലൈന് വരേണ്ടത്. ഇതുപോലെ അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തു നിന്നായിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 3 കട്ട് ബീഡ്സ് തന്നെയാണ് ഞാൻ അതിനും യൂസ് ചെയ്തിട്ടുള്ളത്. അതും അത് എവിടെയാണോ ആദ്യം കുത്തി വലിച്ചെടുത്തത് അതിൻ്റെ മുകളിലായിട്ടാണ് അടുത്തെടുക്കേണ്ടത്. അത് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഫൈനലായിട്ട് വരുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഞാൻ ചെയ്തിട്ടില്ല, അതൊന്നും കൂടി തുന്നി കൊടുക്കണേ, എന്നാലേ ടൈറ്റായിട്ട് നിൽക്കുള്ളൂ. ഇതുപോലെ, അല്ലെങ്കിൽ ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ആ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം തുന്നി കഴിഞ്ഞതിന് ശേഷം അവസാനം വേണമെങ്കിലും ഇങ്ങനെ തുന്നി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നതാണെങ്കിലും അവർക്ക് അതിനെ ഇഷ്ടംപോലെ ചെയ്യാവുന്നതാണ്. കട്ട് ബീഡ്സ് വെച്ച് പലതരം ലീഫ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഈ ഒരു ലീഫാണ് മെയിനായിട്ട് ബൊട്ടിക്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ലീഫ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ കംഫർട്ടായിട്ടും ചെയ്യാൻ പറ്റുന്ന ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. ഇതായിരിക്കും ഒന്നും കൂടി ബെറ്റർ. 2 രീതിയിലും ചെയ്യുന്നവരുണ്ട്. ഒരു പ്രാവശ്യം കൂടി കാണിക്കുന്നുണ്ട്, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ കണ്ടു നോക്കൂ കേട്ടോ. ഈ ഒരു വർക്ക് എനിക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാസങ്ങളോളമായി ഞാൻ ഈ ഒരു വർക്കുമ്പോൾ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് വേണ്ടിയിട്ടാവുമ്പോൾ ടൈമും ഇല്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തീർന്നു കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഏതായാലും ഫൈനൽ ലുക്ക് കാണാൻ നിങ്ങളെക്കാൾ ഞാനും എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ അവസാനം എന്താ തീരാന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിനിടയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തതിനിടയിൽ ഒരുപാട് വർക്ക് പുറത്തുനിന്ന് വന്നതുകൊണ്ട് നമുക്ക് നമ്മുടേത് മാറ്റി വെച്ചിട്ട് അവരുടേത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് പെട്ടെന്ന് തീരാൻ നിങ്ങളെപ്പോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.